ഹായ് ഹലോ, ഇത് എൻ്റെ ഫ്രൂട്ട്സ് ഗാർഡനിലെ എന്താണ് പറയുന്ന പീച്ച് കോട്ട്, അതായത് പീച്ചും ആപ്രിക്കോട്ടും കൂടെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ പേര് പീച്ച് കോട്ട്. ഇത് ഞങ്ങളുടെ ബിൽഡേഴ്സ് ഞങ്ങൾക്കിത് തന്നിരുന്നതാണ്. നമ്മൾ ഈ വീട്ടിലേക്ക് താമസിക്കാൻ വരുമ്പോൾ ഈ ഒരൊറ്റ ഫ്രൂട്ട് ട്രീയും ഈ ഗാർഡനിങ്ങുമാണ് അവർ ചെയ്തു തന്നിരുന്നത്. പിന്നെ നമ്മൾ വാങ്ങി വെച്ചതാണ് ഇത് ലെമൺ സീ. കുറച്ച് കായോടുകൂടി തന്നെ നമ്മൾ വാങ്ങിയതാണ്. പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, കയാവുമായിരിക്കും. പിന്നെ പീച്ച് നിറച്ച് പൂത്ത് നിൽക്കുന്നതായിരുന്നു. കുഞ്ഞു ചെടിയാണ്, പക്ഷേ അതിൽ കുറേ പൂവുണ്ടായിരുന്നു. അപ്പം ആ പൂവൊക്കെ മാറിയിട്ട് അതൊക്കെ കായ്കളായി. പക്ഷേ അതിങ്ങനെ കുഞ്ഞു മരമായതുകൊണ്ട് അത് വലുതാകുമോ അതോ കൊഴിഞ്ഞു പോകുമോ എന്നൊന്നും അറിയത്തില്ല. കുറച്ച് കായ്കൾ ഇതിനകത്തുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കുറച്ച് കായകളുണ്ട്. പക്ഷേ അത് ഇത്രയും കുഞ്ഞു ചെടിയായതുകൊണ്ട് ഇത് വളരുമോ എന്നറിയത്തില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ ടോണി എന്ന് പറയുന്ന ഫ്രണ്ടാണ് ഇതൊക്കെ വെച്ച് തന്നത്. പുള്ളിയുടെ കൈപുണ്യമാണ് ഈ കാണുന്നത്. പിന്നെ ഇത് മാൻഡ്രിൻ സി, ഇതും ടോണി വെച്ചതാണ്. ഇതൊന്നും പൂക്കളില്ലായിരുന്നു, ജസ്റ്റ് ഈ ഒരു തൈ വാങ്ങിയതാണ്. ഇപ്പം എന്തേ നിറച്ചും ഈ 3 കമ്പയിലും നിറച്ച് മുട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളത്, ഇതെന്താണ്, ബ്ലൂബെറി. ഇതും പൂത്തതാണ്, ടോണി വെച്ചതാണ്. ടോണിയുടെ കൈപുണ്യമാണ് ഈ കാണുന്നത്. ഇത് ബ്ലൂബെറിയും പൂവുണ്ടായ മുട്ടായിരുന്നു, അത് ഇപ്പം പൂത്തു. ഇത് അത്യാവശ്യം അതെല്ലാം കായ പിടിച്ചു അല്ലേ, കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞാൽ ഞങ്ങളുടെ മകൻ ഒരു 2 വർഷമായി ഒരു മാവിനെ കിളിപ്പിച്ചെടുത്തതാണ്. അകത്തായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായുള്ളൂ ഇതിനെ സൂര്യപ്രകാശത്തിലേക്ക് ഇറക്കിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഇവിടെ സ്നോയും പെയ്തു. ഞങ്ങൾ ഓർത്തത് പോകും, അറിയത്തില്ല ഇങ്ങനെ ആകുമെന്ന്. ഇതൊരു ഗിഫ്റ്റ് കിട്ടിയ റോസാണ്.